ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബൈബാക്ക് ഓഫ് ഷെയറും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ജേണൽ എൻട്രീസ് തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. അതിന് ശേഷം മാത്രം ഇത് കാണാം കേട്ടോ, കാരണം ഇതൊക്കെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസാണ്. സോ നിങ്ങൾ ആദ്യം അത് കാണുക, എന്നിട്ട് അതിന് ശേഷം മാത്രം ഇത് കാണും. ഓക്കെ, ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യേ. എനിവേ നമ്മൾ നോക്കുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബൈബാക്ക് അറ്റ് പാർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് ബൈബാക്ക് ചെയ്യുന്നത് എന്തിലാണ്? പാറിലാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഷെയർസ് ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ക്യാൻസൽ ചെയ്യുന്നത് പാറിലാണ്. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ് ഷെയറിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഷെയർസ് വാങ്ങിക്കുന്നത്. ഓക്കെ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് അവിടെ നമ്മൾ ക്യാഷ് കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അതിൻ്റെ ഒരിത് മനസ്സിലായിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, എനിവേ എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakh of equity shares of ₹10 each. It wanted to buy back 30,000 equity shares at par. It issued 6% 3,000 preference shares of ₹100 each. The proceeds being utilized for the purpose of buyback. Expense relating to the buyback amount to 18,000. Give journal entries. അതായത് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 2 ലക്ഷം ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും 30,000 ഷെയർസാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യുന്നത്. ഈ 2 ലക്ഷത്തിൽ നിന്നും 30,000 ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നത്. ഓക്കെ, 30,000 അത് പാറ തന്നെയാണ്. അതായത് 10 രൂപയ്ക്ക് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 30,000 രൂപയുടെ 10 രൂപയുടെ ഷെയർസ് എന്ന് പറയുമ്പോൾ 3 ലക്ഷം വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? 3000 ഷെയർസ് 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് അവർ ഇഷ്യൂ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? എമൗണ്ട് കണ്ടെത്തുന്നത്. ആ എമൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. ദ പ്രൊസീഡ്സ് ബീയിങ് യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബീയിങ് ബൈബാക്ക്. എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ദി ബൈബാക്ക് എമൗണ്ട് ടു 18,000. അതായത് ബൈബാക്കിന് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്ത് മനസ്സിലായി? ഇവിടെ പ്രിഫറൻസ് ഷെയർസ് അവർ ഇഷ്യൂ ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? എമൗണ്ട് കണ്ടെത്തുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി എഴുതണം. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 30,000 ഇക്വിറ്റി ഷെയർസാണ് അവരെന്ത് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. പാറ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ല? അതൊക്കെ ഇല്ലേ അവിടെ ഇരുന്നോളി. അപ്പോൾ 18,000 രൂപ എക്സ്പെൻസും വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഒരു ജേണൽ എൻട്രി അതിലുള്ള അതൊന്നും നോക്കണ്ട, ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 3000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയുടെ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 3000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയുടെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 ലക്ഷം രൂപ കിട്ടി. അതാണ് ഇഷ്യൂഡ് അറ്റ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. 3000 പ്രിഫറൻസ് ഷെയർസ് 100 രൂപയുടെ. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈബാക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? എമൗണ്ട് കണ്ടെത്തണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രീ റിസർവ് എടുക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൽ പറഞ്ഞിട്ടുണ്ട് 3000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3000 × 100 = 3 ലക്ഷം. ഓക്കെ, എൻട്രി ആണ് എന്ത്? ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബൈബാക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
എങ്ങനെയാണോ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്, അതായത് മേ ബി ബൈബാക്ക് ചെയ്യുന്നത് പാറിലായിരിക്കാം, പ്രീമിയത്തിലായിരിക്കാം, ഡിസ്കൗണ്ടിലായിരിക്കാം. അപ്പോൾ എത്ര രൂപയ്ക്കാണോ, പാറിൽ എന്ന് പറയുമ്പോൾ 1,00,000 ആണെങ്കിൽ 1,00,000 രൂപയ്ക്ക് തന്നെ, പ്രീമിയം ആണെങ്കിൽ 1,50,000 ആയേക്കാം, ഇനി ഡിസ്കൗണ്ട് ആണെങ്കിൽ മേ ബി 50,000 ആയേക്കാം. അപ്പോൾ ഏതിനാണോ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് ആ എമൗണ്ടിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്ത്, എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10:100 ബൈബാക്ക് 13,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് പാർ എന്ന് ഇവിടെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ പാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാർ തന്നെ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, പാർ എന്ന് പറയുമ്പോൾ എന്താ 3 ലക്ഷം രൂപ. അതായത് ഈ 3 ലക്ഷത്തിന് നമുക്ക് എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാമെന്നറിയോ, ഫസ്റ്റത്തത് 30,000 × 10, 30,000 × 10 എന്ന് പറയുമ്പോൾ 30,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇവരിവിടെ ബൈബാക്ക് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അതുപോലെ തന്നെ 10 രൂപയാണ് എന്ത് പറയുന്നത്, ഒരു ഷെയറിൻ്റെ പ്രൈസ്. അപ്പോൾ 30,000 × 10 എത്രയാണ്, 3 ലക്ഷം. 3 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഓപ്പൺ ചെയ്യാണ്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക്. അതായത് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബൈബാക്കിന് വേണ്ടിയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടെ എമൗണ്ട് എന്ത് ചെയ്തു, കൂടി. 3 ലക്ഷം രൂപ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്തു, എമൗണ്ട് ഡിക്രീസ് ചെയ്തില്ലേ, കുറഞ്ഞില്ലേ, കാരണം നമ്മുടെ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യല്ലേ ചെയ്തേ. അതാണ് ഇവിടെ അത് ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. പാറിലാണെങ്കിൽ പാറിന്, അല്ല പ്രീമിയം ആണെങ്കിൽ പ്രീമിയം, അല്ല ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട്. അതിനാണ് നമ്മളിവിടെ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ്, നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ്. നമ്മൾ അവർക്ക് എന്ത് ചെയ്യാണ്, ക്യാഷ് കൊടുക്കുകയാണ്. നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ഇതാ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ഡെബ്റ്റർ, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ഡെബ്റ്റർ. എന്താണ്, ബൈബാക്കിന് വേണ്ടി നമ്മളവിടെ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ കൊടുത്തു, അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, ക്യാഷ് കൂടി കൊടുത്തു. ഓക്കെ, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ അവിടെ എന്ത് ചെയ്യണം, ബൈബാക്കിന് വേണ്ടി തുറന്ന ബാങ്ക് അക്കൗണ്ടിൽ അവിടെ ക്യാഷ് കുറയല്ലേ, കാരണം ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നത്, അതാണ് അത്. ഓക്കെ, എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ടുവാർഡ്സ് ബൈബാക്ക് ഓഫ് ഷെയർസ്. പിന്നെ ആ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈബാക്ക് ചെയ്യുന്നത് പാറ തന്നെയാണ്. ഓക്കെ, അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ അഡീഷണലായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇവിടെ മേ ബി 3 ലക്ഷം 3,50,000 ഒന്നും വരുന്നില്ല, ലൈക്ക് നോമിനൽ വാല്യൂ തന്നെയാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അഡീഷണലായിട്ട് ജേർണൽ എൻട്രീസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പാറ തന്നെയാണ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ, ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട്, 30,000 ഷെയർസ് 10 രൂപയ്ക്ക്. അതാണ് ക്യാൻസലേഷൻ ഓഫ് ബൈബാക്ക് ഷെയർസ് പാർ. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് 18,000 രൂപ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതാ ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക്, ബൈബാക്ക് എക്സ്പെൻസ് പേ ചെയ്തു. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ബൈബാക്ക് എക്സ്പെൻസ് 18,000 രൂപ, ബൈബാക്ക് എക്സ്പെൻസ് റിട്ടേൺ ടു ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത്രയേ ഉള്ളൂ ഇതിൽ. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ക്വസ്റ്റ്യനൊക്കെ. അതായത് 30,000 ഇക്വിറ്റി ഷെയർസാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്. 2 ലക്ഷം അല്ല, 2 ലക്ഷം അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 30,000 ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യാണ്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിപ്പോൾ ഇവിടെ പ്രീമിയത്തിലാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് വിചാരിക്കാം. പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അഡീഷണലായിട്ട് പ്രീമിയം പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൻ്റെ എമൗണ്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ പ്രീമിയം എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിനായിരിക്കണം ഇവിടെ എന്ത് ചെയ്യേണ്ടത്, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് അതുപോലെ തന്നെ പിന്നെ ഇവിടെ വരുമ്പോൾ അപ്പോൾ എന്ത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഒക്കെ വരും. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ അത് ക്രെഡിറ്റും കുറച്ച് പണിയുണ്ട് അത്. ഓക്കെ, ഇവിടെ അതൊന്നുമില്ല, ഇവിടെ പാറിനാണ് ചെയ്യുന്നത്. അപ്പോൾ പാറിനുള്ള ആ എമൗണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, പിന്നെ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. സെപ്പറേറ്റ് ബാങ്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ പാറെന്നുള്ളത്. അപ്പോൾ ആ നോമിനൽ വാല്യൂവിന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, അവർക്ക് ക്യാഷ് കൊടുത്തു, ക്യാൻസൽ ചെയ്തു, എക്സ്പെൻസ് വന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അത് ഐ തിങ്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വന്ന ഡൗട്ട്സൊക്കെ അതിൽ ക്ലിയർ ആവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബൈബാക്ക് അറ്റ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രീ റിസർവ്. അതായത് ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിലാണ് ചെയ്യുന്നത്. എമൗണ്ട് എടുക്കുന്നത് എവിടുന്നാണ്? ഫ്രീ റിസർവ് എന്നാണ്. ഓക്കെ, ഫ്രീ റിസർവ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് എടുക്കുന്നത്. ബൈബാക്ക് ചെയ്യുന്നതാണ് പ്രീമിയത്തിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നോക്കാം. ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയം എന്ന് പറയുമ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് 100 രൂപയാണെങ്കിൽ 120 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ആ ഷെയർ തിരികെ വാങ്ങിക്കുന്നത്. ആ 120 രൂപ ഞാൻ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫ്രീ റിസർവ് നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അതാണത് പറയുന്നത്. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 4 lakh shares of ₹10 each. The balance is the securities premium reserve account and general reserve account were 25 lakh and 15 lakh respectively. The company bought back 1 lakh shares at a price of ₹13 each and issued checks for this purpose from its bank account. Write journal entries. അതായത് ഒരു കമ്പനി 4 ലക്ഷം ഷെയർസ് എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇതാണ് അതിൻ്റെ നോമിനൽ പ്രൈസ് എന്ന് പറയുന്നത്, 10 രൂപ. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലും ജനറൽ റിസർവ് അക്കൗണ്ടിലും 25 ലക്ഷമുണ്ട്, 50 ലക്ഷമുണ്ട്. 25 ലക്ഷം എന്തിലുണ്ട്? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലുണ്ട്. ജനറൽ റിസർവിൽ 50 ലക്ഷമുണ്ട്. കമ്പനി ബോട്ട് ബാക്ക് ചെയ്യുന്നത് 1 ലക്ഷം ഷെയർസാണ്. അതാണ് കമ്പനി ബൈ ബാക്ക് ചെയ്യുന്നത് 1 ലക്ഷം ഷെയർസാണ്, 30 രൂപ. ഈ 1 ലക്ഷം ഷെയർസ് എന്ന് പറയുമ്പോൾ 4 ലക്ഷം ഷെയർസ് അവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 4 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം ഷെയർസാണ് അവരെന്ത് ചെയ്യുന്നത്? ബൈ ബാക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇവർ ചെയ്യുന്നത് 30 രൂപയ്ക്കാണ് ബൈ ബാക്ക് ചെയ്യുന്നത്. അതായത് പ്രീമിയം എമൗണ്ടിന്. അതായത് 10 രൂപയുടെ ഷെയർസ് ആയിരുന്നത് ഞാൻ 30 രൂപ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബൈ ബാക്ക് ചെയ്യുന്നത്. അതായത് 20 രൂപ അവിടെ എന്ത് വരുന്നുണ്ട്? പ്രീമിയം എമൗണ്ട് വരുന്നുണ്ട്. ആൻഡ് ഇഷ്യൂഡ് ചെക്സ് ഫോർ ദിസ് പർപ്പസ് ഫോർ ഇറ്റ്സ് ബാങ്ക് അക്കൗണ്ട്. റൈറ്റ് ജേണൽ എൻട്രീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തില്ല? പ്രിഫറൻസ് ഷെയർസോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി ഇല്ല. പകരം ഇവിടെ നമുക്ക് CRR അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യാനുണ്ടായിരിക്കും? ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ വേറെ എന്താ പറയുന്നത്? സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? 1 lakh into 30. ഓക്കെ, അതായത് 30 ലക്ഷം രൂപയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ പ്രീമിയത്തിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഇഷ്യൂ ചെയ്യേണ്ട ജേണൽ എൻട്രീസ് ഇല്ല. ഡയറക്റ്റായിട്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. ബൈ ബാക്ക് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഈ ബാങ്ക് ഇവിടെ എങ്ങനെയാണ് ബാങ്ക് വന്നത് മനസ്സിലായോ? അതായത് എൻ്റെ കമ്പനി ഞാൻ 1 ലക്ഷം ഷെയർസ് ബൈ ബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എൻ്റെ കമ്പനി ഞാൻ 1 ലക്ഷം ഷെയർസ് ബൈ ബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2 രൂപയാണ്. 2 രൂപ വിലയുള്ള 1 ലക്ഷം ഷെയർസ്. അങ്ങനെയാകുമ്പോൾ 2 ലക്ഷം രൂപ എനിക്കതിന് വേണം. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ കമ്പനിക്ക് എന്തുണ്ടായിരിക്കും? ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് എമൗണ്ട് അല്ല, എനിക്ക് കിട്ടുന്ന സർപ്ലസ് എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ തരത്തിലുള്ള എമൗണ്ടും. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആയിരിക്കും ഞാൻ 2 ലക്ഷം രൂപ ബൈബാക്കിന് വേണ്ടിയിട്ടുള്ള 2 ലക്ഷം രൂപ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അവിടെ എന്ത് ചെയ്യാണ്? എമൗണ്ട് കുറയാണ്. അതാണ് ഇവിടെ നടന്നത്. ഇവർക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ബൈബാക്കിന് വേണ്ടിയിട്ടൊരു ബാങ്ക് ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ, കമ്പനിയുടെ ബാങ്കിൽ എന്ത് കുറയാണ്? എമൗണ്ട് കുറയാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഈ കാര്യം ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം ഡൗട്ട്സുള്ള കുറേ പേരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, എനിവേ, അപ്പോൾ ആദ്യം നമുക്ക് പറഞ്ഞു പ്രിഫറൻസ് ഷെയർസ് ഒന്നും ഇഷ്യൂ ചെയ്യാനില്ല. അത് നമ്മൾ എന്ത് ചെയ്യാതെ മതി? ഒരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഏത് എമൗണ്ടിനാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം ഷെയർസാണ് അവർ ബൈബാക്ക് ചെയ്യുന്നത്. എത്ര രൂപയ്ക്കാണ്? 30 രൂപയ്ക്കാണ്. അപ്പോൾ 1 ലക്ഷം ഇൻറ്റു 30 ലക്ഷം.
നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. പക്ഷേ 10 രൂപയ്ക്ക് ഇവിടെ എന്തില്ല, വാല്യൂ ഇല്ല. ഇവരിവിടെ ചെയ്യുന്നത് 30 രൂപയ്ക്കാണ്. സോ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺഡ് ഫോർ ബൈ ബാക്ക് 30 ലക്ഷം. 1 ലക്ഷം ഷെയർസ് 30 രൂപ, 30 ലക്ഷം. അങ്ങനെ അവരത് ഓപ്പൺ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ്. ആർക്ക്? ബൈബാക്ക് ഹോൾഡേഴ്സിന് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്. ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബൈബാക്ക് ചെയ്യാണ്. അപ്പോൾ ചെയ്യുമ്പോൾ 1 ലക്ഷം കൂടെ ഞാൻ എന്ത് ചെയ്തു. അപ്പോൾ അതവിടെ ഡെബിറ്റ് ചെയ്തു. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ എന്താവുകയാണ്, കുറയാണ്. ഞാൻ അവർക്ക് ക്യാഷ് കൊടുത്തില്ലേ, അപ്പോൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവില്ലേ ചെയ്യുക, അതായത് എമൗണ്ട് കുറയും. അപ്പോൾ എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ടുവാർഡ്സ് ഓഫ് ₹30. ഓക്കെ, അതാണ് ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് 13 lakh. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെയാണ് ഈ 30 ലക്ഷം ഇവിടെ വന്നത് എന്നുള്ളത്. ഓക്കെ, പാറിനാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് എഴുതിയാൽ മതി, ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ഇക്വിറ്റി ഷെയർസ് ബൈബാക്കിന് എഴുതിയാൽ മതി. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ. പക്ഷേ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്, പ്രീമിയത്തിലാണ് വന്നിട്ടുള്ളത്. 10 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് 30 രൂപയാണ്. അപ്പോൾ 20 രൂപ അവിടെ എന്ത് വന്നിട്ടുണ്ട്, പ്രീമിയം എമൗണ്ട് വന്നിട്ടുണ്ട്. സോ എന്താ, ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 1 lakh into 10. 1 lakh എന്ന് പറയുമ്പോൾ 1 ലക്ഷം ഷെയർസാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതാണത് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. അതായത് ബൈബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ പ്രീമിയം എമൗണ്ട് പേ ചെയ്തിട്ടുള്ളത്, എത്ര രൂപയാണ്, 1 ലക്ഷം ഇൻറ്റു 20 ആണല്ലോ. കാരണം 30 ടോട്ടൽ എമൗണ്ട്. 10 രൂപയായിരുന്നു നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ബാക്കി 20 ബാലൻസ് വരുന്നത്. അപ്പോൾ ആ 20 എന്ത് പറയുന്നത്, പ്രീമിയം എമൗണ്ട്. അപ്പോൾ 10 ലക്ഷം ഇൻറ്റു 20, 1 lakh ഇൻറ്റു 20. 1 lakh ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 20 ലക്ഷം. ഓക്കെ, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 30 lakh കിട്ടി. ആക്ച്വലി ഈ 30 lakh നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. മനസ്സിലായോ? അതായത് ബൈബാക്കിന് വേണ്ടി 30 ലക്ഷമായി. അപ്പോൾ അതെങ്ങനെയാണ് വന്നത്, പ്രീമിയം ഉൾപ്പെടെയാണ് വന്നത്. ഇങ്ങനെ ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം ഷെയർസ് 10 രൂപയ്ക്ക് 10 ലക്ഷം. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് എന്ന് പറയുമ്പോൾ 1 ലക്ഷം ഷെയർസ് 20 രൂപ. ടോട്ടൽ വാല്യൂ ഇക്വിറ്റി ഷെയർസ് ബൈബാക്കിന് വേണ്ടിയിട്ട് എത്രയായി, 30 ലക്ഷം. അതാണ് ഇത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ്, നമ്മൾ എന്ത് ചെയ്തു, പ്രീമിയത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ പ്രീമിയം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. ഓക്കെ, എന്താ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത് അതിൻ്റെ ഇടയിൽ വരുന്നൊരു ജേണൽ എൻട്രിയാണ്. ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ആയിരുന്നേ ഇത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരും, അതാ മാറിപ്പോകുന്നത്. ഓക്കെ, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 30 ലക്ഷം രൂപയാണ് എന്തിനു വേണ്ടിയിട്ട്, ബൈബാക്കിന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത്. ഓക്കെ, 30 ലക്ഷം രൂപയാണ്. പക്ഷേ ഈ 30 ലക്ഷം രൂപയും കൂടെ നമുക്ക് ബൈബാക്കിന് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തൊന്നുമില്ല. നോമിനൽ വാല്യൂ മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. നോമിനൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് 1 ലക്ഷം ഷെയർസ് 10 രൂപ, 10 ലക്ഷം രൂപ. അപ്പോൾ 10 ലക്ഷം രൂപ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലും ജനറൽ റിസർവിലുമായിട്ട് 50 ലക്ഷവും എത്രയുണ്ട്, 25 ലക്ഷമുണ്ട്. 25 ലക്ഷമുണ്ട്, 50 ലക്ഷമുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ റിസർവ് നിന്നും സെക്യൂരിറ്റീസ് പ്രീമിയത്തുനിന്നുമായിട്ട് രണ്ടിനും 5-5 ലക്ഷം വീതം എടുക്കാം. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട്, രണ്ടിനും 5 ലക്ഷം രൂപ, 10 ലക്ഷം. ഇതെങ്ങനെയാണ് വന്നത്, നോമിനൽ വാല്യൂ ആയിരിക്കണം CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പ്രീമിയം എമൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. 10 ലക്ഷം ആണല്ലോ, അതായത് 1 ലക്ഷം ഷെയർസ് 10 രൂപയ്ക്ക്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്കി പറയാം. അതായത് പ്രീമിയത്തെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തായിരുന്നു, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പ്രീമിയം എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര, 20 ലക്ഷമാണ്. സോ സോറി കേട്ടോ, അതൊന്ന് ഓക്കെ. പ്രീമിയം എമൗണ്ട് എന്ന് പറയുമ്പോൾ 20 ലക്ഷമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലും റിസർവ് 25 ലക്ഷവും 50 ലക്ഷവും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എന്തെടുക്കാം, 20 ലക്ഷം എടുക്കാം. ജനറൽ റിസർവ് എടുക്കാൻ പാടില്ല. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് മാത്രമേ പ്രീമിയം എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രീമിയം എമൗണ്ട് നോക്കിയിട്ട് വേണം CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഇതാക്കുമ്പോൾ പ്രീമിയം നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കണം, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ വെക്കണം. എന്നിട്ട് വേണം അതിന് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ആഫ്റ്റർ പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക്, പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് ടു റിട്ടേൺ ഓഫ്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ഈ ഒരു ബൈബാക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, ബൈബാക്ക് അറ്റ് പാർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ഇത് ബൈബാക്ക് അറ്റ് പ്രീമിയം ഓഫ് ഫ്രീ റിസർവ്. പ്രീമിയത്തിലാകുമ്പോൾ എന്ത് ചെയ്യേണ്ട, ഇഷ്യൂ ചെയ്യേണ്ട ജേണൽ എൻട്രീസ് എഴുതേണ്ട, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അവർ പേയ്മെൻറ്റ് നടത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് നടത്തി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് ടു ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഈ CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതൊരു ഓർഡറാണ്. സോ ഈ ഓർഡർ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ നോമിനൽ വാല്യൂ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ 30 ലക്ഷം വന്നിട്ടുണ്ട് വിചാരിച്ച് 30 ലക്ഷം എല്ലാം കൂടെ CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യരുത്. ഈ 30 ലക്ഷം എന്ന് പറയുമ്പോൾ പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, നോമിനൽ വാല്യൂ മാത്രം CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. CRR അക്കൗണ്ട് നോമിനൽ വാല്യൂ ആകുമ്പോൾ 10 ലക്ഷം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജനറൽ റിസർവിലും സെക്യൂരിറ്റീസ് പ്രീമിയത്തിലും നല്ല എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിൽ രണ്ടിനും കൂടെ എമൗണ്ട് എടുക്കുക, എന്നിട്ട് CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിൽ ഒരുപാട് ഇപ്പോൾ ജനറൽ റിസർവിൽ ഇത്ര എമൗണ്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതിലുണ്ടല്ലോ വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒന്നിന്ന് മാത്രം എടുക്കരുത്, രണ്ടിന്നും 50-50 ആയിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഇതിലാണെങ്കിൽ എക്സ്പെൻസിൻ്റെ കേസും വന്നിട്ടില്ല. എക്സ്പെൻസിൻ്റെ കേസിൽ വളരെ ചുരുക്കം പ്രോബ്ലത്തിൽ മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും വരും എക്സാമിന്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് 2 പ്രോബ്ലം കൂടെ ഈ ഒരു ബൈബാക്കിൻ്റെ കേസിൽ ചെയ്യേണ്ട, അതുകൂടെ കഴിഞ്ഞ് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.